നമ്മൾ പറഞ്ഞ മറ്റു ഭാഗ്യങ്ങളൊക്കെ ഈ ലോകത്തിൽ ഏറിയാൽ 80 കർത്താവ് തന്നെ പറഞ്ഞ് ആയുസ്സിനകത്ത് ഒടുങ്ങുന്ന ഭാഗ്യമാണ്. ഒരുവന് ലഭിച്ചിരിക്കുന്ന നന്മയാകട്ടെ, സാമ്പത്തികമാകട്ടെ, അവൻ്റെ ആരോഗ്യമാകട്ടെ, ഇതെല്ലാം ഈ ഭൂമിയിൽ തീരുന്ന ഭാഗ്യങ്ങളാണ്. പക്ഷേ ഇവിടെ പറയുന്നു, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത, ശത്രു കവർന്നെടുക്കാത്ത, ദുഷ്ടൻ അപഹരിക്കാൻ പറ്റാത്ത ഒരു നിത്യഭവനം നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗ്യത്തിനകത്ത് നമ്മൾ പ്രവേശിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ലോകത്തിലുള്ള ഭാഗ്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് ദൈവം നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യരായി, ദൈവം പാപം കണക്കിടാത്ത മനുഷ്യരായി ആ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വിടുതൽ പ്രാപിച്ച്, ആ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച്